തലസ്ഥാനത്ത് മൊട്ടത്തലയന്മാർ കൂട്ടത്തോടെ ഇറങ്ങി. കണ്ടുനിന്നവർക്കാർക്കും തന്നെ കാര്യം മനസ്സിലായതുമില്ല. അല്പനേരം കഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനുമെത്തി. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനും മൊട്ടത്തലയനായിരുന്നു. പിന്നെയാണ് കണ്ടുനിന്നവർ കാര്യം അന്വേഷിച്ചു തുടങ്ങിയത്. തലസ്ഥാനത്ത് മൊട്ടത്തലയന്മാരുടെ സമ്മേളനമാണ് നടന്നത്. ഉദ്ഘാടനം ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനും മൊട്ടത്തല ആയതും തികച്ചും വ്യത്യസ്തമായി. തല നരച്ചാലോ മുടി കൊഴിഞ്ഞുപോയി കഷണ്ടിയായാലോ നേരിടേണ്ടി വരുന്ന ബോഡി ഷെയ്മിനെതിരെയായിരുന്നു മൊട്ടത്തലയന്മാരുടെ കൂട്ടായ്മ. മൊട്ടയായതിൽ അഭിമാനിക്കുന്ന മൊട്ട ഗ്ലോബൽ കൂട്ടായ്മ തിരുവനന്തപുരത്ത് നടത്തിയ സംഗമത്തിലാണ് മൊട്ടത്തലയന്മാർ നിറഞ്ഞു നിന്നത്. സ്ഥിരമായി തലമുട്ടയടിക്കുന്ന മ്യൂസിയം എസ് ഐ വിപിനാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നേക്കാളും നല്ല ഒരാളെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളെ മുട്ടയടിപ്പിച്ച് വേണമെങ്കിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള കെൽപ്പുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാരണം എനിക്കിതിനെപ്പറ്റി അത്ര അറിവ് കുറവായിരുന്നു. അപ്പോൾ എന്നെ വന്ന് കാണുകയാണ്. ആക്ച്വലി എൻ്റെ സി ആണ് വരേണ്ടത്, സിയും മുട്ടയാണ്. അപ്പോൾ സി എന്തോ കാരണങ്ങൾ കൊണ്ട് മാറിയത് കൊണ്ടാണ് എനിക്ക് അവസരം കിട്ടിയത്. അപ്പം ഈ അവസരം കിട്ടിയത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും ആൾക്കാർ ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്കും ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് എന്ന് ആത്മവിശ്വാസം കൂടി നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളെ പോലെ ആൾക്കാരുണ്ട് കാണുന്നത്. അപ്പോൾ അതൊരു അഭിമാനമായിട്ട് കാണുന്നു. ഞാനും 2021 സമയത്താണ് മുട്ടയടിച്ചത്. അപ്പോൾ എനിക്കൊരു കുറച്ച് റഫ് ആൻഡ് ടഫ് ലുക്ക് കിട്ടി. പോലീസിൽ പ്രത്യേകിച്ച് അതാണല്ലോ. അപ്പോൾ പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഇതുമായിട്ട് അങ്ങ് യൂസ്ഡോ. അപ്പോൾ ഈ മുടിയുള്ളവരെ കാണുമ്പോഴൊക്കെ നമുക്ക് അസൂയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം ഈ നിമിഷം തൊട്ട് പൂർണ്ണമായിട്ടും 34 രാജ്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുള്ള മൊട്ട ഗ്ലോബലിന് UAE, അമേരിക്ക, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ ചാപ്റ്ററുകളുണ്ട്. ദേഹനിന്ദ അനുഭവിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റോപ്പ് ബോഡി ഷെയ്മിംഗ് എന്ന ക്യാമ്പയിൻ നടത്തുക വഴി അന്തർദേശീയ തലത്തിൽ സംഘടന ശ്രദ്ധേയമായിരുന്നു. വിശ്വാസത്തിന്റെ ഒരു കടല് പോലെയാണ് ആൾക്കാർ ഒഴുകിയെത്തിയത്. നമ്മുടെ ഒരു ടാഗ്ലൈൻ തന്നെ ഹെഡിങ് കോൺഫിഡൻസ് എന്നാണ്. ആത്മവിശ്വാസത്തിന്റെ തലക്കെട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റും. സംഘടന ആദ്യത്തെ ഗ്രൂപ്പിൽ 1000 കഴിഞ്ഞു. രണ്ടാമതൊരു ഗ്രൂപ്പുണ്ട്, അതിലൊരു 300ഓളം ആളുകളുണ്ട്. വേറെ ഒരു വിഭാഗം ആളുകളാണെങ്കിൽ ഗ്രൂപ്പിലില്ലാതെ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 100ഓളം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ആളുകളുണ്ട്. അപ്പം അങ്ങനെ കേരളത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് കാലുകുത്തുക അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു കൊടി കുത്തുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അതൊന്ന് യാഥാർത്ഥ്യമാവുകയാണ്. 2024 ആഗസ്റ്റ് 21 മൊട്ട ഗ്ലോബലിനെ തുടക്കം കുറിച്ചത്. അധ്യാപകർ, അഭിഭാഷകർ, ബിസിനസ്സുകാർ, വൈദികർ, പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, കലാകാരന്മാർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട വ്യക്തികളും സംഘടനയിൽ അംഗമാണ്. സോഷ്യൽ മീഡിയയിലും സംഘടന വളരെയേറെ ശ്രദ്ധേയമാണ്. GTV ന്യൂസ്, തിരുവനന്തപുരം.